ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞങ്ങളുടെ കോളേജ് ലൈഫിലെ ലാസ്റ്റ് ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. സോ നമ്മൾ കോളേജിലോട്ട് പോകാൻ വേണ്ടി റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ബാക്കി നമുക്ക് കോളേജ് ചെയ്തിട്ട് കാണാം. കോളേജ് വന്നപ്പോൾ തന്നെ നമ്മൾ യൂണിയൻകാരുണ്ടാക്കിയ നല്ല അടിപൊളി വലിയൊരു സ്റ്റാർ തന്നെ കണ്ടു. കുറച്ച് ക്ലാസ് ഒക്കെ ഇതേപോലെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സ്. നമ്മുടെ കോളേജ് യൂണിയന്റെ പേര് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലാഷ് മോബ് ആയിരുന്നു ഇത്. നമ്മുടെ കോളേജ് യൂണിയൻ 2024-25 പേര് മേന്തോന്നി കലാലയ യൂണിയൻ എന്നാണ്. അപ്പൊ അതിനെ പറ്റി ഡീറ്റെയിൽ ഒക്കെ നമ്മുടെ ചെയർപേഴ്സൺ പറയുന്നുണ്ട്. അങ്ങനെ ഫ്ലാഷ് മോബ് ഒക്കെ കഴിഞ്ഞു ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാക്കാണെന്നാണ് നിധി. പിന്നെ ഒട്ടും വൈകിക്കാതെ തന്നെ നമ്മുടെ ഫോർമൽ പരിപാടി ഇനോഗ്രേഷൻ ഒക്കെ തുടങ്ങി. അപ്പൊ ഇതാണ് നമ്മുടെ ചെയർപേഴ്സൺ. എന്താണ് മേന്തോന്നി കലാലയ യൂണിയൻ എന്നതിനെ കുറിച്ച് ചെറിയൊരു ഡൗട്ടേൽ ഉണ്ടാവും. ഇവിടെ നമ്മുടെ പുഷ്പം, ഈ ഒരു മേന്തോന്നി എന്ന് പറയുന്ന ഒരു പുഷ്പത്തെയാണ് പ്രതീകം ചെയ്യുന്നത്. അതായത് ഒരു ഭക്തം പ്രതീക്ഷയുടെ പുഷ്പമായിക്കൊണ്ടാണ് മേന്തോന്നി നമ്മൾ പ്രതീകരിച്ചു പോകുന്നത്. മേന്തോന്നി എന്ന് പറയുന്നത് സഫലമാകാത്ത ഒരുപിടി മനുഷ്യരുടെ പ്രതീകമായിക്കൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മേന്തോന്നി ആളിക്കത്തുന്ന ഒരു അഗ്നിയുടെ പുഷ്പത്തിന്റെ പ്രതീകമായിക്കൊണ്ടാണ് മേന്തോന്നിയെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ആ ഒരു സൂചകമായിക്കൊണ്ട് മേന്തോന്നി നമ്മുടെ യൂണിയന്റെ പേരായി ഇടുന്നതിൽ ഏറെ സന്തോഷവും അവർക്കൊരു ഐക്യദാർഢ്യവും കൂടിയായിട്ടാണ് നമ്മുടെ മേന്തോന്നി കലാലയ യൂണിയൻ എന്ന പേര് പറഞ്ഞു പോകുന്നത്. അപ്പൊ അതായിരുന്നു നമ്മുടെ യൂണിയന്റെ പേരിന്റെ അർത്ഥം. അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങി. അങ്ങനെ സാന്റാക്ലോസ് ആയ ഷാനു ഒക്കെ വന്നു. പിന്നെ ആസ് യൂഷ്വൽ ബൈക്ക് കിട്ടി ഞാൻ വെറുതെ വിടില്ല. ഇത്തവണ ഒത്തിരി പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സിന്റെ ഒക്കെ അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കുറച്ച് കലാപരിപാടി. ഓണത്തിനിടെ പുട്ടുവച്ചോടം എന്ന് പറഞ്ഞാലോ ആശിഷിനും പ്രത്യേകനൊക്കെ ചെസ് കോമ്പറ്റീഷന് പ്രൈസ് ഒക്കെ കൊടുത്ത ഇടയ്ക്ക് ഞാൻ ഈ വീഡിയോ ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി പോയ സീനിയേഴ്സിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു സങ്കടം വരില്ലോ. അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് സാഡസ്റ്റ്. അപ്പൊ നമുക്ക് ഇനി കുറച്ച് അടിപൊളി പരിപാടി കണ്ടിട്ട് വരാം. ഈ ഇയറുകാരും പ്രീ ഫൈനൽ ഇയറുകാരും കൊലക്കി തുറന്നിലേക്ക് പോകാറുള്ളൂ. അപ്പോ അടുത്തൊരു കിടിലൻ ഒരു രോമാഞ്ചം ഡാൻസ് ആയിട്ട് വരുന്നു പ്രീ ഫൈനൽ ഇയർ. ಸುಮ್ಮನೆತ್ತಾಳೆ ಕದ್ದು ನೋಡ್ತಾಳೆ ಗಿಡ್ಡೆ ಬೀಳ್ತಾಳೆ ಸತ್ತತಾಗವಳೆ ಸುಮ್ಮನೆತ್ತಾಳೆ ಕದ್ದು ನೋಡ್ತಾಳೆ ಗಿಡ್ಡೆ ಬೀಳ್ತಾಳೆ ಸಕ್ಕರೆ ನಾಪತ್ತೆ ಸತ್ತತಾಗವಳೆ ಹಿನ್ನಲೆ ಅದ್ರ ಯಾಕೋ ಸುಮ್ಮನೆತ್ತಾಳೆ ಅಣ್ಣರೇ ಅಣ್ಣು ಬಿಟ್ಟು ಕದ್ದು ನೋಡ್ತಾಳೆ ಸಕ್ಕರೆ ನಾಪತ್ತು ಗಿಡ್ಡೆ ಬೀಳ್ತಾಳೆ.
ഇത്തവണത്തെ ക്രിസ്മസ് തൂത്തുവാരിക്കൊണ്ട് പോയത് ചട്ടയും കൊണ്ടിട്ട് അമ്മച്ചിമാരും അവരുടെ സ്വന്തം പപ്പാനികളുമാണ്. ആ കാണുന്ന വൈറ്റ് കുർത്തയിട്ട് നടുക്കിരുന്ന് കളിക്കുന്നത് നമ്മുടെ സ്വന്തം ചെയർപേഴ്സണായ അവർണയാണ്. അപ്പൊ അവരുടെ ക്ലാസ്സിന്റെ ഡാൻസ് ആയിരുന്നു ഇത്. നമ്മുടെ NSS പിള്ളേര് നടത്തിയ അടിപൊളി പോപ്കോൺ, ഉപ്പിട്ട പോപ്കോൺ, ഞങ്ങളുടെ വക. എന്തായാലും പറയാതിരിക്കാൻ വയ്യ, NSS ഒരു അടിപൊളി സ്റ്റാൾ ആയിരുന്നു കേട്ടോ അത്. ഈ കടന്ന് കാണിക്കാൻ വേറെ ഒന്നുമല്ല, ഞാനും അജുവും ജിത്തും ഒന്നും ഡാൻസ് പഠിച്ചിട്ടില്ല. കഴിഞ്ഞ 1 മണിക്കൂർ കൊണ്ട് പഠിച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റേജിൽ കയറിയത്. ഈ ഡാൻസ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതാണ് ഞങ്ങളുടെ ഫൈനൽ ഇയേഴ്സ് ബോയ്സിന്റെ ഒക്കെ അടിപൊളി ഡാൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇവര് കളിക്കുന്നത്, അത് ലാസ്റ്റ് ക്രിസ്മസ് ആയതുകൊണ്ട്. കഴിച്ചെടുക്കണേ, അവളും ഹാപ്പിയാ തന്നെ. ataupun makanan.
ഞങ്ങൾ സീരിയസ്ലി ആരും തന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര അടിപൊളിയായിട്ട് അവർ കളിക്കുമെന്ന്. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. അങ്ങനെ ഇത്തവണത്തെ ഞങ്ങളുടെ ഫൈനലായിട്ടുള്ള ഒരു ലാസ്റ്റ് ക്രിസ്മസ് ഇങ്ങനെ ആഘോഷിച്ച് തീർത്തിരിക്കുകയാണ് ഗൈസ്. ഇത് ഞങ്ങളുടെ ഡാൻസ് ആണ്. ഇന്നത്തെ നല്ല പോർഷൻസ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇതാണ് ഗൈസ് 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ പഠിച്ച ഞങ്ങളുടെ ഡാൻസ്. ഇനി നമ്മുടെ എക്സ് ചെയർമാനായ സായന്ത് മോനെ കുറച്ച് ലീലാവിലാസങ്ങൾ കാണാം ഗൈസ്. എങ്ങനെ മര്യാദയ്ക്കിരുന്ന ചെയർമാൻ ആയിരുന്നു, ഇപ്പൊ അവൻ എന്തായി കാണിക്കണേ എന്നാണ് പ്രിൻസിപ്പൾ ആലോചിക്കുന്നത്. സാരില്ല, പ്രായത്തിന്റെ ആന്ന് പറഞ്ഞ് മിസ്സങ്ങ് തട്ടിക്കളഞ്ഞു. മെയിൻ പാർട്ട് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് ഈ കാണുന്ന ബാൻഡ് മേളായിരുന്നു. ഒരു രക്ഷയില്ല, ഭയങ്കര വേറൊരു മൂഡ് വൈബായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്താ ഇത്ര വൈബ് എന്ന് ചോദിക്കുന്നതിനോട് ഞങ്ങളുടെ ടീച്ചേഴ്സ് അതിലേറെ വൈബാണ്. ആ കടന്ന് തുള്ളുന്നതെല്ലാം ഞങ്ങളുടെ ടീച്ചേഴ്സും സാറുമാരാണ്. അടിപൊളി വൈബായിരുന്നു പറഞ്ഞത്. അങ്ങനെ പെട്ടെന്നായിരുന്നു ഒരു വർഷം കടന്നുപോയത്. അങ്ങനെ ഈ തവണത്തെ ക്രിസ്മസ് നല്ല അടിപൊളിയായിട്ട് നടന്നു. അങ്ങനെ ക്രിസ്മസ് സെലിബ്രേഷന്റെ പരിപാടിയെല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ക്ഷീണിച്ചു വരണ്ടു ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ലാസ്റ്റ് ക്രിസ്മസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.